ഇതാണ് വിശ്വപ്രസിദ്ധമായ കുടമാറ്റം നടക്കുന്ന ഇടം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട. 15 ഗജവീരന്മാർ ഇവിടെ ഇങ്ങനെ നിരന്നു നിൽക്കും. അതിന് എതിർദിശയിൽ മറ്റ് വിഭാഗത്തിൻ്റെ, അതായത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആനകളും നിരന്നു നിൽക്കും. പുതിയ ഹൈക്കോടതി മാനദണ്ഡ പ്രകാരം, ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡ പ്രകാരം ഇവിടെ നിന്നും 8 മീറ്റർ മാറി വേണം മേളക്കാരായാലും മറ്റ് എല്ലാ കലാകാരന്മാരായാലും നിൽക്കാനായി. അവിടെ ഒരു ബാരിക്കേഡ് കെട്ടണം. ആ ബാരിക്കേഡ് കെട്ടിയതിന് ശേഷം അതിന് അപ്പുറത്താണ് ആളുകൾക്കായാലും മേളക്കാർക്കായാലും മറ്റെല്ലാവർക്കും നിൽക്കാനായി അനുവാദമുള്ളൂ. കുടമാറ്റം സമയത്ത് ഒരു മേളക്കാരനാണ് ഞാനെങ്കിൽ ഞാൻ ഇവിടെ വേണം നിൽക്കാൻ. ഇവിടെ നിന്നും ഏകദേശം 8 മീറ്ററോളം പുറകോട്ട് പോയാലാണ് ആനകൾ നിരന്ന് നിൽക്കുന്ന ഇടം എത്തുക. അത് ഏകദേശം ഇവിടെയായി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ മേളക്കാർ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് ആളുകളും പുറകോട്ടേക്ക് നീങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഇത്രത്തോളം സ്ഥലം ആർക്കും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാകും. മാനദണ്ഡപ്രകാരം നടത്തുകയാണെങ്കിൽ ഇവിടെ നടത്താൻ പറ്റുമോ? തൃശ്ശൂർ പൂരം തന്നെ നടത്താൻ പറ്റില്ല. മാനദണ്ഡപ്രകാരം എല്ലാവിധ ഓർണമെൻറ്റ്സും കെട്ടി ഭഗവതി തെക്കോട്ടിറക്കത്തിന് ശ്രീമൂലസ്ഥാനത്തേക്ക് പോകുന്ന ഒരു ചടങ്ങാണിത്. അത്രയും പ്രൗഢമാണ്. കേരളത്തിലെ പഞ്ചവാദ്യ കലാകാരന്മാരെ പ്രഗത്ഭരായ എല്ലാവരും ഇവിടെ നിന്ന് പങ്കെടുക്കും. അത് അത്രയും പഞ്ചവാദ്യത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും ഉത്തമമായ എല്ലാ ആൾക്കാരും വന്ന് കൊട്ടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റേതായൊരു വ്യാപ്തിയുണ്ട്, അർത്ഥമുണ്ട്. എല്ലാ വിധത്തിലും അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് ചരിത്രം അത് അംഗീകരിച്ചു പോകണമാണ്. അതിനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ ചെറിയ ചെറിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് തെറ്റായൊരു കീഴ്വഴക്കമാണ്. പാറമേക്കാവ് വിഭാഗം സ്വരാജ് റൗണ്ടിലാണ് ആനകളെ നിരത്താറുള്ളത്. ഇത്രത്തോളം സ്ഥലം തന്നെ അവിടെയും മേളക്കാർക്കും ആനകൾക്കും ഇടയിൽ ഒഴിച്ചിടണം. അതിനിടയിലുള്ള ഏകദേശം 100 മീറ്റർ സ്ഥലത്ത് മാത്രമാണ് ആളുകൾക്ക് നിൽക്കാനായി ഇടമുള്ളൂ ഇവിടെ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പറഞ്ഞു 50 മീറ്റർ എന്ന്, പിന്നെ പറഞ്ഞു 6 മീറ്റർ എന്ന്. ഇപ്പോൾ വീണ്ടും 8 മീറ്റർ ആക്കി കൂട്ടിയതായിട്ടാണ് കാണുന്നത്. ഇതും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ബാരിക്കേഡ് ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് ഇപ്പോൾ ഒരു എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ട് പോകുമ്പോൾ എങ്ങനെ ബാരിക്കേഡ് മൂവ് ചെയ്യാൻ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈ ഇടഞ്ഞിത്ര മേളം കഴിഞ്ഞാൽ നമുക്കുള്ള സാധാരണ തെക്കോട്ടുള്ള ഇറക്കമാണ്. നമ്മൾ പറയാറുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ദ ഡിവൈൻ ദർബാർ. ഇരു ദേവസ്വങ്ങളും മുഖാമുഖം നിന്നിട്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള വർണ്ണവിസ്മയം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കുടമാറ്റം, അവിടെയും നമുക്ക് ഈ 15 ആനകളെ നിർത്താൻ സാധിക്കില്ല. കുടമാറ്റം കാണുമ്പോൾ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും നടുക്ക് ഇവിടെ നിന്ന് കാണണം എന്നാണ് ഓരോ തൃശ്ശൂർക്കാരനും ആഗ്രഹിക്കാറുള്ളത്. അതിൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ കൃത്യമായി ഇവിടെ തന്നെ നിന്ന് കാണണം. പക്ഷേ അടുത്ത തവണ ഈ ഒരു സ്ഥലത്ത് നിന്ന് എത്ര പേർക്ക് കുടമാറ്റം കാണാൻ കഴിയുമെന്നൊരു ആശങ്കയാണ് പലരും പങ്കുവയ്ക്കുന്നത്. നിയമങ്ങൾ ഭേദഗതി ചെയ്താൽ മാത്രമേ അത്തരത്തിലൊരു കാര്യം നടക്കുകയുള്ളൂ. ജോയ്സ് സിയാറിനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.